കൊടുവള്ളി സ്വർണ്ണ കവർച്ച കേസിൽ ഇപ്പോൾ SP മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ കേസിൽ ഇതുവരെ 5ഓളം പ്രതികളെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസിലേക്ക് ഉദ്ദേശം 1.3 കിലോഗ്രാമോളം ഗോൾഡ് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലേക്ക് ഉൾപ്പെട്ടിരുന്ന വാഹനങ്ങൾ, മറ്റ് ഗാഡ്ജറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു ടീമിന് ഒരു പേയ്മെന്റ് ബേസിസിൽ ഒരു കൊട്ടേഷൻ പോലെ നൽകിയ ഒരു 12 ലക്ഷത്തോളം രൂപ അതും പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കേസിന്റെ വിശദാംശം. ഇവർ നേരത്തെ അറിയാമായിരുന്നു എന്നാണോ പറഞ്ഞത്? അതായത് രണ്ടുപേരും തമ്മിൽ പരിചയമുണ്ടായി. അത് പരാതിക്കാരനും രമേശും. ഈ കേസിലെ പ്രതിയായിട്ടുള്ള രമേശൻ കൊടുവള്ളിയിൽ തന്നെ ഒരു ജ്വല്ലറി സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു നോളജ്. ഇവിടെ ജ്വല്ലറി വർക്ക്സ് നടത്തുന്നു. ജ്വല്ലറിയിൽ പല ഗോൾഡിന്റെയും ഓർണമെന്റ്സ് ഉണ്ടാക്കുകയും അതിന്റെ മിനുക്ക് പണികളൊക്കെ അതിന്റെ മിനുക്ക് പണികളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. ഈ സ്വർണം തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും? ഒരു വൈരാഗ്യത്തിന്റെ കാര്യം നമ്മളിതിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇത് കൃത്യമായിട്ടും ഒരു ഓപ്പറേഷൻസിലൂടെ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ലാഭമാണ് ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യമെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് മനസ്സിലായത്. അത് രമേശൻ അറേഞ്ച് ചെയ്ത തുകയാണ്. രമേശൻ ഈ മറ്റ് ടീം അംഗങ്ങൾക്ക് ക്യാഷായിട്ട് നൽകിയതാണ്. മറ്റ് ടീം അംഗങ്ങൾ ഒരു പ്രൊഫഷണൽ ടീമായിട്ടുള്ളതാണ്. അവർക്ക് പ്രീവിയസ്ലി കേസുണ്ട്. പക്ഷെ ഈ ഇതിന് വേണ്ടിയിട്ട് രമേശൻ വിളിച്ചു വരുത്തിയ ആൾക്കാരാണ്. അവരിലൂടെ ഈ ഒരു കാര്യം ചെയ്യാം എന്നുള്ളതായിരുന്നു. ഈ വിമലും ഹരീഷും വിമലും തൃശ്ശൂരായിരുന്നു. അവരെ അതിൽ പല പ്രതികളും തൃശ്ശൂർ ഭാഗത്ത് നിന്നുള്ള ആൾക്കാർ. തൃശ്ശൂർ പാവർട്ടി അല്ല, അങ്ങനെയല്ല. അവരെ അതിനെ പറ്റിയിട്ട് എനിക്ക് ഇപ്പൊ പറയാൻ വേണ്ടി കഴിയില്ല. കാരണം അവരുടെ മുൻകാല കേസുകളുടെ സ്വഭാവമൊക്കെ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ഒഫൻസിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഈ ഒരു ടീമിനെ അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. ഈ രമേശിന്റെ നാട് എവിടെയാണ്? രമേശൻ കുറച്ച് കാലമായിട്ട് ഇവിടെ കൊടുവള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 16-20 വർഷത്തോളമായിട്ട് കൊടുവള്ളിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പാലക്കാട് സ്വദേശിയാണ്. ഈ ബൈജു എന്ന ജ്വല്ലറി ഉടമയാണ് തടഞ്ഞു നിർത്തി ഈ സ്വർണം മോഷ്ടിച്ച് എന്തായാലും 5 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ വിവരങ്ങളാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമല്ല, സ്വർണം കവർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത് നടത്തിയത് എന്നാണ് പറയുന്നത്.